നമ്മൾ മൈതാനത്തിന്റെ കേന്ദ്രഭാഗത്ത് നിൽക്കുന്നു. നമ്മുടെ ചുറ്റും ഒരു മോട്ടോർ ബൈക്ക്, ഒരു ബൈക്ക് കറങ്ങുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ബൈക്ക് കറങ്ങുമ്പോഴും ആ ബൈക്കിന്റെ സെൻട്രൽ ആക്സിസിൽ ഒരു കറക്കം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് ഞാൻ എക്സ്പെരിമെന്റിലൂടെ കാണിച്ചു തരാം. ഓക്കെ, സെൻട്രൽ സ്റ്റാൻഡില്ല, സൈഡ് സ്റ്റാൻഡിൽ ഇട്ടിട്ട് ബൈക്ക് ഒരു പ്രാവശ്യം കറക്കുന്നത് പോലെ തന്നെ ഒരു മൈതാനത്ത് ഒരാൾക്ക് ചുറ്റും വലയം വെക്കുന്ന ബൈക്കിനും ഒരു കറക്കമുണ്ട് എന്നതുപോലെയാണ് ചന്ദ്രൻ 27.8 ദിവസങ്ങളെ കൊണ്ട് ഭൂമിയെ ചുറ്റി വരുമ്പോൾ ഒരു കറക്കം സ്വയം കറങ്ങുന്നത്. ഈ എക്സ്പെരിമെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടാൻ ഇതാ ഇങ്ങോട്ട് നോക്കൂ. സിമ്പിൾ ആയിട്ടൊരു എക്സ്പെരിമെന്റ് ഞാൻ കാണിച്ചു തരാം. അതായത് കുട്ടികളെ കളിയാണ്. ഓക്കെ, നമ്മളിവിടെ ഭൂമി കേന്ദ്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭൂമി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇതിനെയാണ് ചന്ദ്രൻ കറങ്ങുന്നത് വിചാരിക്കുക. ചന്ദ്രൻ ടൈഡലി ലോക്കാണ്, അഥവാ ഒരു ദിശ മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്നത്. ഇനി ഞാൻ ഈ ചന്ദ്രനെ ഒരു ഉദാഹരണം, എൻ്റെ കൈ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ പിടുത്തമിടാതെ കറങ്ങി വരുമ്പോൾ എൻ്റെ കൈ ഇവിടെ പിരിഞ്ഞു. ഓക്കെ, ഇനിയും എനിക്കൊരു കറക്കം കറക്കണമെങ്കിൽ ഞാൻ സ്വയം കറങ്ങണം. മനസ്സിലായി? ഇനി ഈ പിടുത്തം വിട്ടിട്ട് എൻ്റെ കൈ നോക്കൂ, വീണ്ടും തിരിച്ചിട്ട് വേണം എനിക്ക് ഇങ്ങനെ കറങ്ങാൻ. അഥവാ ഒന്നിൽ കൂടുതൽ കറക്കം ഞാൻ കറങ്ങണമെങ്കിൽ ഞാനും കൂടെ സ്വയം കറങ്ങണം. അഥവാ ഇതിൻ്റെ ആക്സിസിൽ ഒരു കറക്കം കറക്കുന്നത് പോലെ തന്നെയാണത്. കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് ഒരു കറക്കം കറക്കുന്നത് പോലെ തന്നെയാണ് ഒരു വൃത്തം പൂർത്തിയാക്കുന്നത്. എൻ്റെ കൈ ശ്രദ്ധിക്കൂ. ഓക്കെ, ഞാൻ ഇങ്ങനെ പിടിച്ചത്, എൻ്റെ കൈ കറങ്ങി വരുന്നുണ്ടോ? ഇനി ഈ കറക്കം പൂർത്തിയാകണമെങ്കിൽ ഞാൻ തിരിയണം. എന്നാൽ എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, അഥവാ ഒരു വൃത്തം വലയം വെക്കുന്ന, ഒരു വൃത്തത്തിൽ ചുറ്റപ്പെടുന്ന ഏതൊരു ഒബ്ജക്റ്റും സ്വയം ഒരു വൃത്തം പൂർത്തിയാക്കുമ്പോൾ സ്വയം ഒരു കറക്കം കറങ്ങുന്നുണ്ട്. ഇത് പക്ഷേ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായി പരീക്ഷണത്തിലൂടെ കാണിച്ചു തരുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ. ഇതേപോലെ 365 ദിവസം കൊണ്ട് ഭൂമി ഒരു പ്രാവശ്യം വലയം വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തെ നിങ്ങൾ കണ്ടിട്ടില്ല ശാസ്ത്രലോകം. ഓക്കെ, ഖുർആനിൽ ഇപ്രകാരം പറയുന്നു, ഗുഹാനിവാസികളുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട് അവർ 300 ദിവസങ്ങൾ പൂർത്തിയാക്കി 9 വർഷങ്ങൾ അധികരിപ്പിച്ചു. 300 വർഷം എന്ന് പറയുമ്പോൾ 9 വർഷങ്ങൾ അവർ അധികരിപ്പിച്ചു എന്നാണ് ഖുർആൻ അതിലൂടെ വ്യക്തമാക്കിയത്. ഞാൻ ഈ ഖുർആന്, ബൈബിള്, ഗീത എന്നൊക്കെ നോക്കുന്നത് മതങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. അത് മനുഷ്യകുലത്തിന്റെ പൂർവ്വചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പുസ്തകങ്ങളാണ്. ശാസ്ത്രം പക്ഷേ നിരീശ്വരവാദികൾക്ക് അവരുടെ നിരീശ്വരവാദം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് കൊണ്ട് അവർ മതങ്ങളെ അല്ലെങ്കിൽ മതപുസ്തകങ്ങളെ പല രീതിയിൽ കളിയാക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിനെയെല്ലാം അറിവുകളായിട്ടാണ് പരിഗണിക്കുന്നത്. മനുഷ്യന് ചിന്തിക്കാനുള്ള ബേസിക് ടൂളായിട്ട് ഞാൻ അറിവുകളെ പരിഗണിക്കുന്നു. ഓക്കെ ഡിയർ ഓൾ, താങ്ക് യു വെരി മച്ച്. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് സംവദിക്കാം. ബൈ.